മേടിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇനി ഉണ്ടല്ലോ എനിക്ക് ആൾക്കാർ പറയുന്ന കേൾക്കുന്ന എൻ്റെ കാശ് ഞാൻ മേടിച്ചോളാം. നീ മേടിക്കാൻ കയറി തരുന്നോ? മേടിക്കാൻ കയറിയപ്പോഴും അച്ഛൻ കുറേ വന്നു, ഇവിടെ നിന്നൊന്നും വേണ്ട, ഇവിടെ നിന്നൊന്നും വേണ്ട, എവിടെ ചെന്നിട്ട് ഇവിടെ നിന്നൊന്നും വേണ്ട, ഇവിടെ നിന്നൊന്നും വേണ്ട. മേടിച്ചു കൊടുക്കാൻ വയ്യെങ്കിൽ മേടിച്ചു കൊടുക്കരുത്. ഈ ട്രിപ്പ് എൻ്റെ കൊച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ മൊത്തം അത് ടോയ്സിന്റെ മുമ്പിൽ കൂടെ വന്നത്. അപ്പൊ ആർക്കും ടോയ്സ് മേടിക്കണ്ട. നേരെ കയറി മേടിച്ചു കൊടുക്കണം. ഞാൻ പറയുന്നത് എന്തിനാ കേൾക്കാൻ വന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞ എല്ലാം 10 രൂപയുടെ ആയിരിക്കത്തില്ല. 10 രൂപയിൽ സ്റ്റാർട്ട് കാണുന്നു പറഞ്ഞു. മേടിക്കണമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കറിയത്തില്ല മുല്ലപ്പൂവിന് ചില വില ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയത്. അതൊന്നും പറഞ്ഞില്ല. കൊച്ചിന് പോകണം, എനിക്കും വേണം, അവർക്ക് ടോയ്സ് വേണം. ഇതിനൊക്കെ അല്ലേ പിന്നെ ചുമ്മാ പുറത്തിറങ്ങിയ ചിലവുണ്ട്. എന്താ ചെയ്യണം സ്വന്തമായിട്ട് തീരുമാനമില്ല. ഞാൻ ആദ്യം പറഞ്ഞ അവിടേക്ക് നടന്നിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. അത് കഴിയുമ്പോൾ എവിടെ നടക്കണ്ടേന്ന് അറിയത്തില്ല. ഓരോ നിമിഷത്തിന് അത് ചേഞ്ച് ആവും. വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നല്ലാതെ വേറെ ഒന്നും വിചാരമില്ല. അധികം കണ്ടേ ഞാൻ 3-4 പ്രാവശ്യം പറഞ്ഞിട്ടാണ് വിളിച്ചത്. എനിക്ക് അതും പറ്റത്തില്ലായിരുന്നു. ഞാൻ എല്ലാവരും മേടിക്കുന്നു പറഞ്ഞിട്ടാണ്. ഇതിനുള്ള എന്തെന്ന് പറഞ്ഞെടുക്കുക? എപ്പോഴും എന്തൊക്കെ നിങ്ങൾ മേടിക്കണം. അല്ലാതെ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ മേടിച്ചു തരേ ഞാൻ കഴിക്കും. അല്ലാതെ മേടിക്കുന്ന ആരും പറഞ്ഞാലും ഉടനെ വേണ്ടാതെ വായിലോ ഞാൻ ഒന്നും പറയാം. കയറണമെന്ന് വിചാരിച്ച് കടയിൽ അത് കയറത്തില്ല. ഇന്നലെ കണ്ടില്ലായിരുന്നോ നാരങ്ങ വെള്ളം കുടിക്കാനും ആ കടയിൽ അവർ വിളിച്ചപ്പോൾ മാറി പോവാ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. കണ്ട് ഈ കട എല്ലായിടത്തും ഉണ്ട്. ഈ തമിഴ് ഇട്ടേക്കുന്ന കടയാണ്. അത് ജിഗർട്ടുണ്ട്. അത് ജിഗർത്തണ്ടയുടെ ഇവിടെ മിനിക്ക് 50, അവിടെ 30 ഉള്ളായിരുന്നുള്ളൂ. കട ഇതുപോലത്തെ എന്താ നാളെ മോന് വലിയ ഒരു കട അമ്പലക്കാരുടെ വേണ്ടല്ലോ ദേഷ്യവും കുടുംബക്കാരുടെ വേണ്ടത്. കാശ് പോയി എനിക്ക് പ്രശ്നമില്ല. അമ്പലക്കാർക്ക് 300 രൂപയ്ക്ക് അത് അവിടെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പലതരം മൂഡ് ഓഫ് ആണ് ലോകത്ത് മൊത്തം ഇങ്ങനെ മൂഡ് ഓഫ് ആക്കുന്നത്. വേറെ ആൾക്കാർക്ക് വേറെ പലതും ഉണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം.
ഇവര് എന്താ നോക്കുമായിരുന്നു. അല്ല തല കറങ്ങാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു ശരി തല കറങ്ങുന്നത് അങ്ങനെ ഒരു നിമിഷം അവിടെ നിന്നില്ല. கிடையாது. ஒரு மேட்ச் ஓப்பனிங் இருக்கனால